ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ അല്ല, ഒരു ടിപ്പ് വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ ഫ്ലാസ്ക് ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ ഒന്നില്ലെങ്കിൽ വെള്ളം ചൂടാറാതെ വെക്കാനോ അല്ലെങ്കിൽ ചായ എടുത്ത് വെക്കാനോ ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ചായ ചൂടാറാതെ എടുത്ത് വെക്കുന്ന ഫ്ലാസ്ക് ആണെങ്കിൽ പെട്ടെന്ന് കറ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ യൂസ് ചെയ്യണത് ഈ ഫ്ലാസ്ക്കാണ്. ഈ ഫ്ലാസ്ക് ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യും. അതുകൂടാണ്ട് വീക്ക്ലി ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ 2-3 ആഴ്ചയായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാതെ എടുത്ത് വെച്ചേക്കുന്ന ഫ്ലാസ്ക്കാണ്. അപ്പോൾ ഇതേപോലെ കറ ആക്കി എടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലാസ്ക്കാണോ ഇതേപോലെ കറ പിടിച്ചിരിക്കുന്നത് ആ ഫ്ലാസ്ക് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരെന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടില്ലേ, അതൊരു 2 ടേബിൾ സ്പൂൺ. പിന്നെ നിങ്ങൾ പാത്രം കഴുകാൻ ഏത് ലിക്വിഡാണോ ഉപയോഗിക്കുന്നത് അതൊരു 2 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ സോപ്പാണെങ്കിൽ ഒരു ചെറിയ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളം ഈ ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെക്കുക. ഇതിൻ്റെ ഫുള്ള് ഭാഗം നമ്മൾ ഒഴിച്ചു വെക്കണം കേട്ടോ. എന്നതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ചെയ്ത് വെക്കണമെങ്കിൽ രാവിലെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാനിനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സ്പോഞ്ചിൻ്റെ കഷ്ണം, അതേപോലെ നമ്മുടെ പുട്ട് കുത്താൻ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, അതുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ക്ലീൻ ചെയ്യാൻ എപ്പോഴും എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇതേപോലെ ഒരു പീസ് ചെറിയ കഷ്ണം ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി ഇതിനകത്ത് കറ ഇതൊക്കെ കളഞ്ഞ് ഞാൻ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൈയിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പുട്ട് കുത്തണ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിനി ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലാസ്ക് ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ ഫ്ലാസ്ക് തുറന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കറയൊക്കെ ജസ്റ്റ് ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. അത് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സ്ക്രബ്ബറും അതേപോലെ ആ പുട്ടുകുത്തണ സ്റ്റിക്കും ഉപയോഗിച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സ്ക്രബ്ബർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. സ്ക്രബ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ കറയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ കണ്ടില്ലേ, നമ്മുടെ സ്ക്രബ്ബറിൽ നിറച്ച് കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പും വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് വെച്ചാലേ. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് നന്നായിട്ട് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇത് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്ത ആ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതിനകത്തെ കറയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇത് എടുത്ത് വയ്ക്കാം. നമുക്കിനി വീണ്ടും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കറ പിടിച്ചിട്ടുള്ള ഫ്ലാസ്കുകൾ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ